ദുരന്ത നിവാരണ വിദഗ്ധൻ പ്രേംജി പ്രകാശ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രേംജി പ്രകാശ്, നോക്കൂ, വളരെ ദുരിതപൂർണമായ ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ ഈ ഉത്തരകാശിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കതിൻ്റെ ആഘാതവും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനം, അതാണ് പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു ചെങ്കുത്തായ ഒരു പ്രദേശമാണ്. ഇവിടേക്ക് ഈ JCB അടക്കമുള്ള വാഹനങ്ങൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനായി ഇനിയിപ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങളാകും അവിടെ നടത്തേണ്ടി വരിക? ഹലോ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും വളരെ ചിത്രങ്ങളിൽ നിന്നും പുറത്തു വന്ന വീഡിയോകളിൽ നിന്നും വ്യക്തമായതുപോലെ തന്നെ വളരെ മാസീവ് സ്കെയിലുള്ള ഒരു ഇവന്റ് ആണ് ഇന്ന് ഉത്തർകാശി ജില്ലയിൽ ഉത്തർകാശിക്കും ഹർഷിൽ പട്ടണത്തിനും ഇടയ്ക്കുള്ള ധരാലി വില്ലേജിൽ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ ഈ മിന്നൽ പ്രളയം എന്ന് പറയാം. അതിന്റെ കാരണമായിട്ട് കാലാവസ്ഥാ വകുപ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ക്ലൗഡ് ബസ്റ്റ് അഥവാ മേഘ വിസ്ഫോടനമാണ് എന്ന് തന്നെയാണ്. നിലവിൽ ഔദ്യോഗികമായിട്ട് പുറത്തു വന്ന ഇൻഫർമേഷൻ പ്രകാരം 5 പേരോളം മരണപ്പെട്ടതായിട്ടും നിരവധി ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് പെട്ടെന്ന് നമ്മുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ജൂലൈ 30 പുലർച്ചെ നമ്മളുടെ മുണ്ടക്കൈ മേഖലയിൽ നമ്മൾ നേരിട്ട അതേ ഒരു സംഭവത്തെ തന്നെയാണ് ഈ ചിത്രങ്ങൾ, ഈ വീഡിയോകൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയത്. തീർച്ചയായിട്ടും അന്ന് നമ്മൾ നേരിട്ട എന്തൊക്കെ വെല്ലുവിളികളാണോ നേരിട്ടത്, അതൊക്കെ തീർച്ചയായിട്ടും ഈ മേഖലയിലും രക്ഷാപ്രവർത്തനം നേരിടാനുള്ള എല്ലാ സാധ്യതകളും തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹിമാലയൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ മേഖലകളിൽ ഇത്തരം മിന്നൽ പ്രളയങ്ങൾ വളരെ സാധാരണമെന്ന് ഞാൻ അതിനെ ചെറുതാക്കി പറഞ്ഞതല്ല, പക്ഷേ മോർ ഫ്രീക്വന്റ് ആണ്. കൂടുതൽ അത്തരം ഇവന്റുകൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇത്തരം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായ SDRF സേനയുണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒക്കെ വളരെ ഉത്തർകാശിക്ക് അടുത്ത് തന്നെ ITBPയുടെ യൂണിറ്റ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇതിൽ സജീവമായിട്ട് ഓൾറെഡി ഇടപെട്ട് കഴിഞ്ഞു. അത്തരത്തിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ പരമാവധി ആൾക്കാരെ കണ്ടെത്തുവാനും ഒക്കെ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതിനോടനുബന്ധമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം ഇൻസിഡന്റുകൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ കണ്ടതാണ്. 2022 അമർനാഥ് യാത്ര തീർത്ഥാടകരുടെ ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു മേഘവിസ്ഫോടന സംഭവം ഉണ്ടാവുകയും ധാരാളം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. 2023 ഇതേ സംഭവം സിക്കിമിലായിരുന്നു ഉണ്ടായത്. ഇത്തരത്തിൽ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും അനുബന്ധമായിട്ടുള്ള മിന്നൽ പ്രളയവും സംഭവിച്ചത്. ഈ വർഷവും തന്നെ ഹിമാചൽ പ്രദേശിലെ കുളു, മാണ്ഡി ജില്ലകളൊക്കെ അതിരൂക്ഷമായ മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലുകളും ഒക്കെ നേരിട്ടുകൊണ്ട് അതിഗുരുതരമായ സാഹചര്യത്തിലൂടെ നേരിടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും. അത്തരം ആ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. ഈ മേഘവിസ്ഫോടനത്തിന്റെ ഒരു പ്രശ്നം, അല്ലെ ക്ലൗഡ് ബേസ്റ്റിന്റെ ഒരു പ്രത്യേകത, ഇതിന് മുന്നറിയിപ്പുകൾ നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കാലാവസ്ഥാ വകുപ്പ് ഇന്നത്തെ ദിവസത്തേക്ക് ഉത്തർകാശി ജില്ലയ്ക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ടാണ് ഇന്ന് നമ്മൾ രാവിലത്തെ മുന്നറിയിപ്പ് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കറിയാം 204.4 മില്ലിമീറ്ററിലധികം മഴ ഒരു ദിവസം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലാണ് നമ്മൾ റെഡ് അലർട്ട് തന്നെ കൊടുക്കുന്നത്. അത്തരം മഴയുടെ പകുതി 100 മില്ലിമീറ്റർ മഴ ഒരു മണിക്കൂറിൽ പെയ്തിറങ്ങുമ്പോഴാണ് കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി മേഘവിസ്ഫോടനം എന്ന് ഡിക്ലെയർ ചെയ്യാറുള്ളത്. അപ്പം ഔദ്യോഗികമായിട്ട് തന്നെ മേഘവിസ്ഫോടനം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ആലോചിച്ച് നോക്കുക, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തതിനൊക്കെ അപ്പുറത്തേക്ക് മാറി വളരെയധികം മഴ അവിടെ ഉണ്ടായി. തീർച്ചയായിട്ടും അത്തരം മേഖലയിലെ, ഹിമാലയൻ മേഖലയിലെ മണ്ണിന്റെ സ്വഭാവവും ഒക്കെ വെച്ചിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൂറിസം പോലെയുള്ള, അതുപോലെ നഗരവൽക്കരണം കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഇഫക്റ്റിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. വീഡിയോകൾ കാണുന്ന പോലെ തന്നെ നദീ തീരത്തോട് ചേർന്ന് ധാരാളം വീടുകളും റിസോർട്ടുകളും ധാരാളം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയാം. വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് 25ഓളം റിസോർട്ടുകൾ ഒരു പക്ഷേ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാം എന്ന രീതിയിലാണ് പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എങ്ങനെയാകും ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക? അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ SDRFന്റെ ടീം ഓൾറെഡി അവിടെ എത്തി എന്നതാണ് ജില്ലാ കളക്ടറുടെ ട്വിറ്റർ എക്സ് പോസ്റ്റിൽ നിന്നും മനസ്സിലായത്.
ITBPയുടെ സേനാംഗങ്ങളും ഉൾപ്പെടെ പ്രാദേശികമായിട്ടുള്ള വോളണ്ടിയർ ടീമുകളും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നിട്ട് വളരെ കോർഡിനേറ്റ് ആയിട്ടുള്ള, ഞാൻ അതുകൊണ്ടാണ് ആദ്യം വയനാട്ടിലെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. കാരണം അത്രമാത്രം വലിയ രീതിയിൽ ആൾതാമസമുള്ള ഒരു മേഖലയിലേക്കാണ് ഈ പ്രളയ ഡെബ്രി ഒഴുകി വന്നിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ധാരാളം ആൾക്കാർ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കുറേയധികം ആൾക്കാർക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. എന്നിരുന്നാൽ തന്നെയും വളരെയധികം ആൾക്കാർ ട്രാപ്പ് ചെയ്തപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ ഒരു ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് തന്നെ എത്രത്തോളം തദ്ദേശവാസികൾ എത്ര പേരുണ്ട്, ടൂറിസ്റ്റുകൾ എത്ര പേരുണ്ടെന്നൊക്കെ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. വലിയ രീതിയിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇതിൽ എത്ര പേര് അകപ്പെട്ടു എന്നുള്ള കാര്യത്തിലേക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ശ്രീ പ്രേംജി പ്രകാശ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.